Lord. I'm very glad to see all of you this wonderful evening time. I know you have taken the effort, you have registered and joined. എല്ലാവരെയും യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമ്മളൊരു പ്രത്യേക വിഷയമാണ് ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു സാധാരണ നമ്മുടെ സഭകളിലോ യൂത്ത് ഗ്രൂപ്പ്സിലോ നമ്മൾ എടുക്കാത്തൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതുമ നിങ്ങൾക്ക് തീർച്ചയായും കാണും. എൻ്റെ കൂടെ നിങ്ങൾ സഹകരിക്കണം. ഈ പ്രത്യേക കാലത്തിൽ വി ആർ ഗോയിങ് ത്രൂ ടഫ് ടൈംസിൽ കൂടി പോകുമ്പോൾ നമ്മളെ ഈ ടൈംസിൽ നടത്തുവാൻ പര്യാപ്തമായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഒന്ന് മാത്രമാണ്. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരു പ്രത്യേക ടോപ്പിക്കാണ് നമ്മുടെ ധ്യാനത്തിന് ഈ ദിവസം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈസ് ദർ എ ഹോൾ ഇൻ യുവർ സോൾ എന്നാണ് ടോപ്പിക്കിന്റെ പേര്. വി ആർ ഫേസിങ് വെരി ബിഗ് ക്രൈസിസ്, എ ക്രൈസിസ് ഓഫ് എപിക് പ്രൊപ്പോർഷൻസ്. Our faith is being questioned. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റും നമ്മൾ നേരിടുന്നതുണ്ട്. എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്. റീസെന്റ് ഞാൻ ദൈവമക്കൾക്ക് അത് എൻ്റെ ഫ്രണ്ട്സിനത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അൺനോൺ നമ്പറിൽ നിന്ന് വിളിച്ച് എന്നോട് ചോദിച്ചു, കൊറോണ ഒക്കെ ആണല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് സൗഖ്യവും വിടുതലൊന്നും ഇല്ലയോ, നിങ്ങളുടെ ദൈവം എന്ത് ചെയ്യ, നിങ്ങളെല്ലാം മാളത്തിൽ കയറിയോ? ഒരു അൺനോൺ പേഴ്സണിനെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ ഓർത്തു, ഒരു സാധാരണക്കാരനായ വ്യക്തി എത്രയൊക്കെ ചോദ്യങ്ങളായിരിക്കും ഈ സാഹചര്യത്തിൽ നേരിടുന്നത്. മെനി ക്വസ്റ്റ്യൻസ്. വേർ ഇസ് ഗോഡ് in such situations? Does God really have control over things? ഇങ്ങനെ പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. അതോടൊപ്പം സിബിൻ എന്നോട് പറഞ്ഞൊരു വിഷയമാണ്, we all face the problem of emptiness in life. As you move in life, things seem so empty. There is no meaning to life. ഒരു പർപ്പസ് ഇല്ല. I hope നിങ്ങളുടെ മുൻപാകെ സ്ക്രീനിൽ കാര്യങ്ങൾ കാണാം. So there is a question that I would like to put before you. നിങ്ങളുടെ മുൻപാകെ ഒരു ചോദ്യം വെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. Is there a hole in the soul? ഒരു ഹോൾ ഇൻ ദ സോൾ എന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയും. പാസ്റ്റർ ഓർ ബ്രദർ, how do we believe there is a soul? You are talking about soul. Can we touch that? Can we see that? എന്നൊരു ചോദ്യം ആരംഭത്തിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന ഫ്രണ്ട്സിനോട് ഞാൻ പറയട്ടെ, നമ്മൾ വെറും മറ്റീരിയൽ ബീങ്സ് അല്ല, നമ്മൾ വെറും പദാർത്ഥങ്ങളല്ല, നമ്മൾ വെറും എന്താ പറയുന്നത്, ഒരു മറ്റീരിയൽ ആയിട്ട്, പദാർത്ഥങ്ങളായിട്ട് മാത്രം പുറമേ കാണുന്നത് മാത്രമുള്ള ഒരു അസ്തിത്വമല്ല നമുക്കുള്ളത്. There is something beyond that. And എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, we must understand in these times also that in such situations also there is something beyond the scene. കാണുന്നതിലും അപ്പുറം കാര്യങ്ങളുണ്ട്, കാണുന്നതിലും അപ്പുറം. ആൻഡ് ആ കാര്യമാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ there is an inner void, a vacuum, a hole. എത്ര മനുഷ്യൻ ശ്രമിച്ചാലും, എത്ര മനുഷ്യൻ പുരോഗമിച്ചാലും, മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യൻ നേരിടുന്ന ഒരു എംപ്റ്റിനെസ് ഉണ്ട്, ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യത നമുക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാൻ കഴിയും. ഒരുപക്ഷെ നമ്മളത് സപ്രസ് ചെയ്യാൻ ശ്രമിക്കും, ഒരുപക്ഷെ അതില്ല, അങ്ങനൊന്നും ഇല്ല എന്ന് നമ്മൾ ക്ലെയിം ചെയ്യും. പക്ഷെ there is an emptiness, ഒരു ശൂന്യതയുണ്ട്. അത് എന്ത് ചെയ്താലും നിറയാത്തൊരു ശൂന്യതയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, maybe you are born in a Christian family, maybe you have good parents, maybe you have a good upbringing, you went to Sunday school or you had a good schooling, a good friendship. എല്ലാം നല്ലതാണെങ്കിലും deep down within ourselves there is a realm, there is a ഒരു യാഥാർത്ഥ്യമുണ്ട്, something beyond the scene.
there is a realm beyond the scene. ആ ബിയോണ്ട് ദ സീൻ ആയിട്ടുള്ളത്, ആ ബിയോണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശൂന്യത നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ലൈഫിന് മീനിങ് ഇല്ല. വെറുതെ നമ്മൾ 70-80 വയസ്സ് ജീവിച്ചു, പല കാര്യങ്ങൾ ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. പക്ഷേ ലൈഫിന് മീനിങ് വേണമെങ്കിൽ ലൈഫിന് ഒരു ഒറിജിൻ വേണം. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം, ആരംഭത്തിൽ തന്നെ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നത്, ഇന്നത്തെ സോ കോൾഡ് ശാസ്ത്രം പറയുന്നത്, നമ്മൾ പരിണാമത്താൽ അല്ലെങ്കിൽ എന്തൊക്കെ റാൻഡം പ്രോസസ്, പല കാര്യങ്ങൾ പലതായി അങ്ങോട്ടും ഇങ്ങോട്ടും പരിണമിച്ച് ഉണ്ടായതാണെന്ന്. അല്ലെങ്കിൽ അല്പം കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു ഡിക്ഷണറി ഉണ്ടെങ്കിൽ ഈ ഡിക്ഷണറി എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഒരു പ്രസ്സിൽ ബൈൻഡ് ഒക്കെ ചെയ്ത് പേപ്പറൊക്കെ വെച്ച് വാക്കുകളൊക്കെ അടുക്കി അങ്ങനെ ഒരു ഡിക്ഷണറി ഉണ്ടായെന്നേ നമ്മൾ പറയത്തുള്ളൂ. പക്ഷേ മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഡിക്ഷണറിയുടെ അതേ ഉപമാനം എടുത്ത് ഞാൻ പറയുകയാണ്. മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ പലപ്പോഴും കിട്ടുന്ന ഉത്തരം, ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ സ്ഫോടനം ഉണ്ടായി ഡിക്ഷണറി ഉണ്ടായതുപോലെ സംതിങ് കേം ഔട്ട് ഓഫ് നത്തിങ്, ശൂന്യതയിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായി വന്നു. അങ്ങനൊരു തിയറി, അതാർക്കും തെളിയിക്കാൻ പറ്റത്തില്ല, അങ്ങനൊരു തിയറിയിലാണ് പലരും ജീവിതത്തെ നയിക്കുന്നത്. എങ്ങനെ ഉണ്ടായി വന്നു, ജീവിക്കുന്നു, ജീവിച്ചേ പറ്റത്തുള്ളല്ലോ, അതുകൊണ്ട് ജീവിക്കുന്നു, പിന്നെ മരിക്കണം, അത് കഴിഞ്ഞ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, അത് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. ബട്ട് വി നീഡ്, നമ്മൾ അങ്ങനെ ഒരു പ്രീസപ്പോസിഷൻ കെട്ടിപ്പടുത്തുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. സോ ആദ്യം ചോദിക്കേണ്ട ചോദ്യം, ഇതെല്ലാം, ഈ പ്രകൃതി, മനുഷ്യൻ, ഇതിന്റെ എല്ലാം പിന്നിൽ ഇസ് there a creator? Does God exist? ആ ചോദ്യത്തിന് ഒരു ക്ലിയർ ഉത്തരം കിട്ടാതെ no other question will fall in place. All other questions will remain unanswered. മറ്റെല്ലാ ചോദ്യങ്ങളും അർത്ഥശൂന്യമായി, ഉത്തരം കിട്ടാത്ത കീറാമുട്ടി ചോദ്യങ്ങളായി നിൽക്കും. Every question's answer depends on this one question and its answer. ലോകത്തിലുള്ള മറ്റെല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം നിൽക്കുന്നത് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ്. സോ ഒരു പ്രീസപ്പോസിഷൻ, നമ്മളൊരു നിഗമനത്തിലെത്തണം, ദൈവം ഉണ്ടോ ഇല്ലയോ. ആ പ്രീസപ്പോസിഷൻ കൂടാതെ ഫോർവേഡ് ചോദ്യമാണ്. ദൈവത്തെ കുറിച്ചുള്ള നിഗമനത്തിൽ എത്തുമ്പോൾ രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ ടോപ്പിക്, ദ ഹോൾ ഇൻ ദ സോൾ എന്ന് പറയുമ്പോൾ, ആ ഹോൾ, അങ്ങനെ ഒരു ഹോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയണം. ഒരു ശൂന്യത, ഒരു തൃപ്തിപ്പെടാൻ കഴിയാത്തൊരു അവസ്ഥ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മനുഷ്യന്റെ ഒരു പഴ്സൂട്ട്, മനുഷ്യൻ നടത്തുന്ന ഒരു നെട്ടോട്ടം, മനുഷ്യൻ നടത്തുന്ന ഒരു pursuit to get things, pursuit to grab things. hot pursuit ഇല്ല മനുഷ്യൻ, ഒരു ഓട്ടത്തില്ല മനുഷ്യൻ, എന്തും നേടിപ്പിടിക്കാനുള്ള ഒരു ഓട്ടം. ആ പഴ്സൂട്ട് മാത്രമല്ല, നമ്മുടെ പ്രോബ്ലം എന്താണെന്നും നമ്മുടെ പർപ്പസ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഫൈനലി എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത്. ഒരു വളരെ വാസ്റ്റ് ടോപ്പിക്കാണ് എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് തന്നെ എടുത്താൽ അത് വളരെ വാസ്റ്റാ. അത് നമ്മളൊന്ന് തൊട്ടു പോകുന്നേ ഉള്ളു. നമ്മൾ ഫൈനലി അറൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദ ഹോൾ ഇൻ ദ സോൾ, നമ്മുടെ പ്രാണനിൽ, നമ്മുടെ ഇന്നർ ബീയിങ്ങിൽ, നമ്മുടെ അകത്തെ മനുഷ്യനിലുള്ള ശൂന്യത, അതിന്റെ കാരണം എന്താ? ആ കാരണം ദൈവത്തിന്റെ അസ്തിത്വവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുക. അതെങ്ങനെ നികത്താം? ഓക്കെ, ലെറ്റ് മീ മൂവ് വെരി ക്വിക്ലി. ഓക്കെ, സോ നമ്മുടെ അടുത്ത സ്ലൈഡിൽ എത്തുകയാണ്. അടുത്ത സ്ലൈഡിൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ വെക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ മുൻപിലുള്ള ഡയലമയാണ്. ഇസ് ദെയർ എ ഹോൾ ഇൻ ദ സോൾ എന്ന ചോദ്യത്തിലേക്ക് എത്തുന്നതിന് മുൻപാകെ, സോൾ അല്ലെങ്കിൽ നമുക്കൊരു ഇന്നർ ബീയിങ് ഉണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ. ഇസ് ദെയർ ഗോഡ്? ഇസ് ദെയർ എ ക്രിയേറ്റർ? കഴിയാത്ത ഒരു മണ്ഡലം ഉണ്ടോ? കാണാൻ കഴിയാത്ത ഒരു റെൽം ഉണ്ടോ? ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് വലിയൊരു പ്രതിസന്ധിയാ. നമ്മൾ ഓർക്കും അതെന്തോ ചോദ്യമാണ്. ഇഫ് ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്, എവറിഥിങ് ഈസ് പെർമിസിബിൾ.
ലിയോ ടോൾസ്റ്റോയുടെ ഒരു ഫേമസ് കൃതിയിൽ ലിയോ ടോൾസ്റ്റോയുടെ ഒരു കഥാപാത്രം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ദൈവമില്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം, ഒന്നിനും നിബന്ധനകളില്ല, ഒന്നിനും ബൗണ്ടറീസ് ഇല്ല, എവറിഥിങ് ഇസ് പെർമിസിബിൾ. വി ആർ എ പ്രൊഡക്റ്റ് ഓഫ് റാൻഡം ചാൻസ്. എന്തോ എവിടോ ഉണ്ടായ, അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തോ ഉണ്ടായി വന്നു. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കേൾക്കുക, ഞാൻ പറയുക, എന്നെ ഒരു നല്ലൊരു പങ്കാൾക്കാര് അവരുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിക്കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക. യു ആർ ലിസ്ണിംഗ് ടു മീ, യു ആർ ഹിയറിംഗ്, യു ആർ പ്രോസസിങ്. അത് കേൾക്കുന്നു, മനസ്സിലിട്ട് ചിന്തിക്കുന്നു, ശരിയാണോ പറയുന്നത്, ഇത് മനസ്സിന് യോജിച്ചതാണോ? ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലിട്ടും ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉള്ള ചിന്തകൾ വെറും കെമിക്കൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്ന മാത്രമാണ്. റീസൺ, ലോജിക്, തിങ്കിങ് ഇതൊന്നും പ്രസക്തമല്ല. മൃഗങ്ങൾക്കും ശരീരമുണ്ട്, മൃഗങ്ങളും കാര്യങ്ങൾ ചെയ്യുന്നു, പലതും തന്ത്രപൂർവമായി ചെയ്യുന്നു. മൃഗങ്ങളുടെ ശാസ്ത്രം ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. എങ്കിലും മൃഗങ്ങളെ പോലെ നമ്മളും വേറെ ഒരു ജീവജന്തു. നമ്മുടെ തിങ്കിങ്ങിനോ നമ്മുടെ റീസണിങ്ങിനോ ഒരു അർത്ഥവുമില്ല. ദൈവം ഇല്ലെന്ന് പറയുമ്പോൾ വളരെ കുഴപ്പത്തിൽ നമ്മൾ ചെല്ലുകയാണ്. ദൈവം ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ മാത്രമേ നമ്മുടെ അസ്തിത്വത്തിന്റെ ഉദ്ദേശം, ദ പർപ്പസ് ഓഫ് അവർ എക്സിസ്റ്റൻസ് ഓൺലി ബിക്കംസ് ക്ലിയർ ഇഫ് ഗോഡ് എക്സിസ്റ്റ്. വില്യം ലെയ്ൻ ക്രെയ്ഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ ഇടുന്നത്. ഇഫ് ദർ ഇസ് നോ ഗോഡ്, ദൈവമില്ലെങ്കിൽ മനുഷ്യനും ഈ പ്രപഞ്ചവും, മാൻ ആൻഡ് യൂണിവേഴ്സ് ആർ ഡൂംഡ്. മരണത്തിലേക്ക് വിധിക്കപ്പെട്ട തടവരയിലെ ആൾക്കാരെ പോലെ, പ്രിസണേഴ്സിനെ പോലെ, ഒരു മരണവിധി കാത്തിരിക്കുന്ന, ഒരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത, ഒരു ഭാവിയും ഇല്ലാത്തവരാ. ജീവിതത്തിന് ഒരു സിഗ്നിഫിക്കൻസും ഇല്ല, ഒരു മൂല്യവുമില്ല, ഒരു ഉദ്ദേശവുമില്ല. ദൈവം ഇല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു കൂട്ടുന്ന എല്ലാം വെറുതെയാ, മീനിങ്ലെസ് ലൈഫാ. വീണ്ടും ചോദ്യം അവശേഷിക്കുന്നു, എങ്ങനെയാണ് ഇതെല്ലാം ആരംഭിച്ചത്? ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ മീറ്റിംഗ് ലിസൺ ചെയ്യുന്ന മിക്ക ആൾക്കാരും ബൈബിൾ ബിലീവ് ചെയ്യുന്ന ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. അല്ലാത്തവരും കാണും. ബൈബിൾ ബിലീവ് ചെയ്യുന്ന ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് ഒരു കാര്യം അറിയാം. നമ്മൾ ജനിച്ചപ്പോ തൊട്ട് ദൈവത്തെക്കുറിച്ചും യേശുവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചും മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചും സൺഡേ സ്കൂൾ മുതലേ നമ്മൾ കഥ പോലെ കേൾക്കുക. നമ്മൾ അതിൽ ചില ചിത്രങ്ങൾ കാണും. ആ ചിത്രങ്ങൾ വെച്ച് നമ്മൾ അത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ആ സൺഡേ സ്കൂൾ ബുക്കിലോ സ്റ്റോറി ബുക്കിലോ കണ്ട്. എന്നാൽ ആ ചിത്രങ്ങൾ പലപ്പോഴും അൺറിയലിസ്റ്റിക്കാ. നോഹയുടെ പെട്ടകമൊക്കെ കണ്ടാൽ നമുക്കറിയാം, നോഹയുടെ ഒരു കൊച്ചു ഒട്ടകം, ജിറാഫ് ഒക്കെ തലയൊക്കെ ഉയർത്തി, പെട്ടകത്തെക്കാൾ വലിയ ജിറാഫ് അതിൽ നിന്ന് തല പൊക്കി പുറത്തോട്ട് നോക്കുന്നു. വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കഥാപുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു ദൈവസങ്കല്പം, ഒരു സൃഷ്ടിപ്പിന്റെ സങ്കല്പം ഉണ്ട്. അത് പഠിച്ചത് തെറ്റായിപ്പോയെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പ്രശ്നം ഇതാ, ഒരു യുവപ്രായത്തിൽ എത്തുമ്പോൾ, ഒരു യങ് ലൈഫിൽ എത്തുമ്പോൾ, when we face our peers, when we face our friends, when we face our dear ones from other religious faith, we will be in a big soup because we don't know. We heard it as a story. ആദാമും ഹവ്വയും ഉണ്ടായിരുന്നു, അവരുടെ വസ്ത്രമില്ലായിരുന്നു, പിന്നെ ഇല കൊണ്ട് അവർക്ക് വസ്ത്രം ഉണ്ടാക്കി. ഞാൻ പറയുന്നതിന്റെ താല്പര്യം, ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചൊരു കൺവിക്ഷൻ നമുക്കില്ലെങ്കിൽ ജീവിതത്തിൽ ജീവിക്കുന്നതിന് ഒരർത്ഥവുമില്ല. നമുക്ക് ചില ഡൗട്ട്സ് വന്നതാണ് ഇതിനോടകം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു കൊറോണ വേൾഡിൽ ഇതെല്ലാം യൂസ്ലെസ് ആയിട്ടും സെൻസ്ലെസ് ആയിട്ടും തോന്നിക്കാണും. പക്ഷെ എങ്ങനെയാണ് ഇതെല്ലാം ബിഗിൻ ചെയ്തത്? ദൈവം ഉണ്ടോ? ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചോ? ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ച് 5 പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ്സ് ഉണ്ട്. അത് ഞാൻ ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഒരു മെയിൻ ടോപ്പിക് അതല്ലതാണും. ആ 5 ആർഗ്യുമെന്റ്സ് കൊണ്ട്
ഒരു ആൻസറിൽ നമ്മൾ എത്തുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. ആ ആർഗ്യുമെന്റ്സിൽ കൂടി നമുക്ക് പലരെ കൺവിൻസ് ചെയ്യാൻ കഴിയുമായിരിക്കും. ഈ 5 ആർഗ്യുമെന്റ്സ് ഞാൻ പെട്ടെന്ന് പറയാം. റൈറ്റ് സൈഡിൽ നിങ്ങൾ ആ പിക്ചറിൽ കാണുന്നുണ്ട്. അത് അത്ര ക്ലിയർ അല്ലായിരിക്കും, എന്നാലും ആ കാര്യങ്ങൾ 5 എണ്ണം അവിടെ ഉണ്ട്. ഒന്ന് ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ്, 2 കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്, 2 ടെലിയോളജിക്കൽ ആർഗ്യുമെന്റ്, 4 മോറൽ, 5th എക്സ്പീരിയൻസ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കും ഇത് എന്തൊരു ബൗൺസർ ആണ്. നിങ്ങളെ ഒന്നും ഭ്രമിപ്പിക്കാൻ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇത് ഈ പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഉള്ളടക്കം ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഓണ്ടോളജിക്കൽ എന്ന ആ വാക്കിന്റെ അർത്ഥം അസ്തിത്വം, ബീയിങ് എന്ന അർത്ഥമാണ്. നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ മനുഷ്യനും ഒരു നല്ല മനുഷ്യനാകണമെന്ന് ആഗ്രഹമുണ്ട്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനെ സങ്കല്പിക്കാൻ പറ്റുമോ? ഏത് മനുഷ്യനും നമ്മൾ പറയും, ആരായാലും എല്ലാവർക്കും വീക്ക്നെസ് ഉണ്ട്, എല്ലാവർക്കും കുറവുകളുണ്ട്, എല്ലാവർക്കും ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. എന്നാൽ ഏറ്റവും പെർഫെക്റ്റ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന വ്യക്തി പോലും ആ വ്യക്തിയിൽ എന്തേലും ന്യൂനതകൾ കാണും, എന്തേലും ഡ്രോബാക്സ് കാണും. എന്നാൽ നമ്മൾ സങ്കല്പിക്കാവുന്നതിൽ ഏറ്റവും വലിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനോ ഒരു വ്യക്തിയോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല. ബട്ട് നമുക്കറിയാം ഒരു പെർഫെക്റ്റ് ബീയിങ് നമ്മളെ പോലെയല്ല, വീക്ക്നെസ് ഉള്ള ആളല്ല, നമ്മളെക്കാൾ വലിയത്, നമ്മളെക്കാൾ ശ്രേഷ്ഠമായ കുറവുകളില്ലാത്ത ഒരു ബീയിങ് കാണണം. അത് ഉള്ളത് കൊണ്ടല്ലയോ നമ്മൾ ഈ പെർഫെക്റ്റ് അന്വേഷിക്കുന്നത്, നമ്മൾ എല്ലാവരുടെ കുറവ് കണ്ടെത്തുന്നതും നമ്മൾ ചെയ്ത തെറ്റ് വേറൊരാൾ ചെയ്യുമ്പോൾ നമുക്ക് അത് സഹിക്കാത്തതൊക്കെ. നമ്മൾ പെർഫെക്ഷൻ അന്വേഷിക്കുക. സോ there is a perfect being and that must be God. അതാണ് ആദ്യത്തെ ചിന്ത. രണ്ടാമത്തെ, കോസ്മോളജിക്കൽ എന്ന ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, ഞാൻ ഉദാഹരണം പറഞ്ഞു, ഒരു ലൈബ്രറി, ഒരു പ്രിന്റിംഗ് പ്രസ്സിലെ സ്ഫോടനം കൊണ്ട് ഒരിക്കലും ഡിക്ഷണറി ഉണ്ടാകത്തില്ല. ഇന്റൻഷനൽ ആയിട്ട് പലർ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഡിക്ഷണറി പുറത്തു വരുന്നത്. അതുപോലെ ഒരു കോസ് ഉണ്ട്. കോസ്, കാരണമില്ല, അതൊന്നുമില്ല. ഇന്ന് ഇന്ത്യയിൽ അത്രയില്ല, സ്റ്റേറ്റ്സിലൊക്കെ, വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെയുള്ള കുട്ടികൾ സ്കൂളിൽ നിന്ന് കിൻഡർ ഗാർഡൻ കഴിഞ്ഞ് പ്രൈമറി സ്കൂളൊക്കെ ആകുമ്പോൾ വീട്ടിൽ വന്ന് പേരൻസിനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ്, ഹൂ ക്രിയേറ്റഡ് ഗോഡ്? നിങ്ങളത് ഫേസ് ചെയ്തതാണ്. ആ ചോദ്യത്തിന്റെ പൊള്ളത്തരമൊന്നും ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. God by definition does not need a beginning, does not need a creator. God എന്ന് പറഞ്ഞ ആ സങ്കല്പം തന്നെ എല്ലാത്തിനും കാരണഭൂതനായ ഒരു ശക്തി. അത് വെറും ശക്തിയല്ല, ഒരു വ്യക്തിത്വമാണെന്ന് നമ്മളിപ്പോൾ നോക്കാൻ പോവുകയാണ്. പക്ഷെ ശക്തിയായാലും വ്യക്തിയായാലും, ഇപ്പൊ ബിഗ് ബാങ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിലൊന്നും കടക്കുന്നില്ല. ഞാൻ തൊട്ട് പറയുകയാണ്. നിങ്ങൾ ഈ വീഡിയോ പിന്നീട് ഒരിക്കലും ഓൺലൈൻ വരുമ്പോൾ വീണ്ടും കേട്ടാൽ അല്പം കൂടി ക്ലിയർ ആകും. ബിഗ് ബാങ് പറയുന്നത് ഈ യൂണിവേഴ്സ് ഉണ്ടായതിന് ആരംഭമുണ്ട്. പണ്ട് വിശ്വസിച്ചിരുന്നത് യൂണിവേഴ്സ് ഇറ്റേണൽ ആണെന്ന് ചില സയന്റിസ്റ്റുമാരൊക്കെ പറഞ്ഞെങ്കിലും 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോളം സയൻസ് പറയുന്നത് യൂണിവേഴ്സിന് ഒരു ആരംഭമുണ്ട്. സമയവും വസ്തുവും ശൂന്യതയും, ടൈം, സ്പേസ് ആൻഡ് മാറ്റർ all began at one point of in time. ഒരിക്കലും ഇത് ആരംഭിച്ചു. എങ്ങനെ ആരംഭിച്ചെന്ന് സയൻസ് പറയത്തില്ല. കാരണം സയൻസിന്റെ ഫീൽഡ് വൈ അല്ല, ഹൗ പറയുന്നതാണ് സയൻസ്. ശാസ്ത്രം എപ്പോഴും പ്രക്രിയകളെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. പ്രക്രിയകളുടെ പിന്നിലുള്ള കാരണം പറയാൻ ശാസ്ത്രത്തിന് കഴിയത്തില്ല. ശാസ്ത്രത്തിന്റെ ജോലി അതല്ല. ശാസ്ത്രം ആത്യന്തിക കാരണങ്ങളെ, ആത്യന്തിക ഉത്ഭവത്തെ അന്വേഷിക്കുന്ന ഒരു ഫീൽഡ് അല്ല. ഉത്ഭവിച്ചതും കണ്ണിൽ കാണുന്നതും ഉള്ള കാര്യങ്ങളുടെ പ്രക്രിയയെ അനലൈസ് ചെയ്യുന്നതാണ് ശാസ്ത്രത്തിന്റെ പരിപാടി. ശാസ്ത്രം കുറഞ്ഞതല്ല. ശാസ്ത്രത്തിന് അതിൻ്റെതായ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അതൊരിക്കലും വിശ്വാസവും ആയിട്ടും വചനവുമായിട്ടും നമ്മൾ കൂട്ടിക്കലർത്തല്ല. വചനവും വിശ്വാസവും ക്രിസ്തീയ ചിന്തയും ഇതിന്റെ എല്ലാം ആരംഭത്തെ വെളിപ്പെടുത്തുമ്പോൾ ഇതിന്റെ പ്രക്രിയയാണ് ശാസ്ത്രം പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത്തെ ചിന്തയാണ്, എവറിഥിങ് ആസ് എ കോസ്. ഇന്ന് കാണുന്ന എല്ലാത്തിന്റെയും പിന്നിൽ ആരോ, നിങ്ങൾ വഴിക്കൂടെ നടന്നപ്പോൾ ഒരു മുട്ടുസൂചി കണ്ടെന്നിരിക്കട്ടെ, ഒരിക്കലും ഒരു തലയിൽ അല്പമെങ്കിലും സുബോധമുള്ള വ്യക്തി ചിന്തിക്കത്തില്ല ഇത് തന്നെ പരിണമിച്ച് എന്റെ മുന്നിൽ വന്ന് വീണതാ.
ആരോ മറന്നതാ, ആരുടെയോ പോക്കറ്റിൽ നിന്ന് വീണതാ. ഒരു കോസ് എല്ലാത്തിന്റെ പിന്നിലുണ്ടെന്ന് നമ്മൾ എല്ലാവരും അഡ്മിറ്റ് ചെയ്യും. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള കോസ് ദൈവമാണ് എന്നാണ് ആ ഒരു ചിന്ത പറയുന്നത്. മൂന്നാമത്തെ, ടീലിയോളജിക്കൽ എന്ന് പറയുമ്പോൾ, ടീലിയോസ് എന്ന വാക്കിന്റെ അർത്ഥം ഡിസൈൻ. നമ്മൾ ഡിസൈൻ നോക്കുമ്പോൾ, ഈ ഒരു സീരീസ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ബുക്ക്ലെറ്റ് കിട്ടും. നിങ്ങൾ അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ ഞങ്ങളൊരു ബുക്ക്ലെറ്റ്, ഈ യാക്ക് എന്ന ഈ സംരംഭത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതൊരു ആരംഭ പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. ഇനിയും പല പ്രോഗ്രാംസ് ഇവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ യങ് ഫ്രണ്ട്സിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്റെ അധ്യാപകനെ, എന്റെ ഗുരുവായ ജോർട്ടി സാറിനെ കാണുന്നതിലും ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഞാൻ വളരെ വേഗം തന്നെ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാത്തിന്റെ പിന്നിൽ ഒരു ഡിസൈനർ ഉണ്ട്. മനുഷ്യന്റെ ഘടന നോക്കിയാലും പ്രപഞ്ചം നോക്കിയാലും നത്തിങ് ഇസ് റാൻഡം, എല്ലാം ഡിസൈൻഡാ. ഇന്ന് സയൻസിൽ കാണുന്ന മിക്ക കണ്ടുപിടുത്തങ്ങളും മിക്ക ഇൻവെൻഷൻസും അത് നേച്ചറിനെ മിമിക്രി എന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. നേച്ചറിനെ മിമിക് ചെയ്യുക. നേച്ചറിൽ കാണുന്ന ഓരോ പാറ്റേൺസ്, ആർക്കിടെക്ചർ എന്തുവാ, 90% ഓഫ് ആർക്കിടെക്ചർ നേച്ചറിന്റെ ഒരു മിമിക്രിയാ. സയൻസ്, ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ, നിങ്ങൾ കാണുന്നതെല്ലാം നേച്ചറിൽ നിന്ന് പലതും കോപ്പി ചെയ്താ. ക്യാമറ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? മനുഷ്യന്റെ കണ്ണിന്റെ പ്രവൃത്തി കണ്ടുകൊണ്ടാ. ക്യാമറയ്ക്ക് ഒരു ഡിസൈനർ ഉണ്ട്, പക്ഷെ എന്റെ കണ്ണിന് ഡിസൈനർ ഇല്ല. അതെന്തോ ഉത്ഭവിച്ച് അമീബയിൽ നിന്ന് വന്ന് പിന്നെ അനുകോശത്തിൽ നിന്ന് ബഹുകോശമായി, പിന്നെ എപ്പോഴോ കണ്ണ് തന്നെ പൊട്ടിപ്പോ. വാട്ട് നോൺസെൻസ്! ഹ്യൂമൻസ് ഉണ്ടാക്കുന്ന എല്ലാ ഡിസൈൻ, മോസ്റ്റ് അല്ല, ഐ ബിലീവ് 100% എല്ലാ ഡിസൈൻസും ദൈവത്തിന്റെ ക്രിയേഷനിൽ നിന്ന്, നേച്ചറിൽ നിന്ന് കോപ്പി ചെയ്യുക. ഇതിന്റെ പിന്നിൽ ഒരു ഡിസൈനർ ഉണ്ട്, ഒരു ഗ്രാൻഡ് ഡിസൈനർ. ആ ഡിസൈനറിനെയാണ് നമ്മൾ ദൈവം എന്ന് മനസ്സിലാക്കുന്നത്. ആ ദൈവത്തെയാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. നാലാമത്തെയാണ് മോറൽ. അതെനിക്ക് ഒന്നുകൂടെ അടുത്തതായി പറയാനുണ്ട്. എന്റെ ടൈം അത് വേഗം മുൻപോട്ട് പോവുകയാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കൂടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാൻ ഓക്കെ, നെവർ ഓപ്പൺ യുവർ മൈക്സ്. ബട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു തംസപ്പോ എങ്ങനെയും ഒരു റെസ്പോൺസോ ചാറ്റ് ബോക്സിൽ കൊടുത്താൽ ഐ ക്യാൻ ഗെറ്റ് ദാറ്റ്. എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഇടയ്ക്ക് ഇട്ടാൽ മതി. അത് ഞാൻ ഡീൽ ചെയ്യണമെന്നില്ല, ബട്ട് അപ്പോൾ ഡീൽ ചെയ്യേണ്ടതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ തീർച്ചയായും ഐ വിൽ സ്പീക്ക് ഓൺ ഇറ്റ്. ഓക്കെ, നാലാമത്തത് മോറൽ. ഐ ഹോപ്പ് യു ആർ വിത്ത് മീ. ദൈവത്തിന്റെ എക്സിസ്റ്റൻസ് നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് അവിശ്വാസികളായ സഹോദരങ്ങളോട്, ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ, അവിശ്വാസികൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ക്രിസ്തീയ സങ്കല്പത്തിൽ, ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ആ ക്രിസ്ത്യൻ കോൺസെപ്റ്റിൽ നമ്മൾ മനസ്സിലാക്കുന്ന ത്രിയേക ദൈവത്തെ മനസ്സിലാക്കാത്ത സഹോദരങ്ങളോട് പറയുവാൻ ഇത് ഉതകും. ഓക്കെ, മോറൽ ആർഗ്യുമെന്റിൽ പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു മോറൽ കോൺഷ്യസ്നെസ് ഉണ്ട്. തെറ്റും ശരിയും എന്നറിയാം. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, UAE മാത്രമല്ല, not only in any civilized country in the world. You go to the most uncivilized places on earth. You go to a tribal place. You go to a place where people eat humans. They also have a sense of morality. അഞ്ചാമത്തേത് എക്സ്പീരിയൻസ്. മോസ്റ്റ്, എന്നെ കേൾക്കുന്ന മോസ്റ്റ് അല്ല, ചിലരെങ്കിലും, മോസ്റ്റ് എന്ന് ഞാൻ പറയട്ടെ, എന്നാൽ പോലും നമ്മൾക്ക് എല്ലാവർക്കും we have experienced God in different ways in life. Can I get an amen for that? നമ്മുടെ ലൈഫിൽ, നമ്മൾ ജീവിതത്തിന്റെ ഏതെങ്കിലും മുഖത്ത് we have experienced God. ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് വ്യക്തിപരമായി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ എന്ന പേര് നിങ്ങൾക്ക് ചേരത്തില്ല. അത് ഒരു അധികപ്പറ്റ. If you call yourself a Christian, you have an experience of God. You have an experience of Jesus at some point of time in your life. And that experience is self-evident for you.
And you can, ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അപ്പോളജറ്റിക്കൽ ആർഗ്യുമെന്റ്സിനെ പോലെ തന്നെ ഈക്വൽ ആയിട്ട് ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമോ, നിങ്ങൾ കോളേജിൽ പഠിക്കുക, നിങ്ങളുടെ ഓഫീസിലാണ്, നിങ്ങളുടെ ഒരു ഫ്രണ്ട്, he does not believe in God or he has doubts. When he is going through a rough patch, you just tell him, I also went through this. ഞാനും ഈ സാഹചര്യത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് മറുപടി തന്നു. ബ്രദർ, സിസ്റ്റർ, ഐ വിൽ പ്രേ ഫോർ യു. ആ വ്യക്തി അത് ഫേസ് വാല്യൂ ഒരു പക്ഷെ തള്ളിക്കളഞ്ഞേക്കാം. ഒന്ന് പറഞ്ഞേ, യു എന്താ നഷ്ടം സഹോദര, എന്ത് നഷ്ടം? ബഡി, ഫ്രണ്ട്, ബ്രോ, എന്താണ് നഷ്ടം? ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഇന്നും ചരിത്രത്തിലും ഇപ്പോഴും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറുപടി തരുമെന്ന് നിങ്ങളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയാം. അതിന് മടിക്കേണ്ട ആവശ്യമില്ല. അതൊരു ഫുളിഷ്നെസ് അല്ല. അത് നിങ്ങളുടെ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവമാണ്. ഓക്കെ, അവിടെ ഞാൻ നിൽക്കുന്നില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ആർഗ്യുമെന്റ്സ് എല്ലാം നിൽക്കുമ്പോൾ തന്നെ ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യം ബൈബിളും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ബൈബിളിന്റെ 1-ാം താളിലെ 1-ാം വാക്യത്തിന്റെ നിഗമനമാണ് ദൈവം ഉണ്ടെന്ന്. ബൈബിൾ nowhere attempts to prove God's existence. It presupposes God's existence in the first line itself. In the beginning, God. ആദിയിൽ ദൈവം. ദൈവം ഉണ്ടോ? ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു ചോദ്യമേ അല്ല. ഇറ്റ് ഇസ് അസ്യൂംഡ്. വൈ? കാരണം നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് പോലെ അല്ല ബൈബിൾ ഈ ചോദ്യത്തെ അപ്രോച്ച് ചെയ്യുന്നത്. ബൈബിൾ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു കണ്ണാടിയാ. നമ്മുടെ ഡീപ്പസ്റ്റ് സോൾ, നമ്മുടെ ഏറ്റവും ആന്തരിക ബീയിങ്ങിനെ അതുപോലെ വെളിപ്പെടുത്തുന്ന ഒരു കണ്ണാടി ലോകത്തിലുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കണ്ണാടി ഒത്തിരി നോക്കാറില്ല, കാരണം കൊറോണ ആയതുകൊണ്ട് നമ്മളെല്ലാം വീട്ടിൽ കുത്തിരിക്കുകയല്ലയോ. ഐ മീൻ, വി ആർ നോട്ട് ഗോയിങ് ഔട്ട്. ഒരിടത്തും നമ്മുടെ ആ ഗെറ്റപ്പ് ഒന്നും നമ്മൾ ആരെയും കാണിക്കുന്നില്ല. ഹാൻസം ആൻഡ് ബ്യൂട്ടിഫുൾ ബോയ്സ് ആൻഡ് ഗേൾസ് എന്നെ കേൾക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഇറങ്ങി ഒന്ന് പബ്ലിക്കിൽ അപ്പിയർ ചെയ്യാൻ, അല്ലെ? അത് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ മിററിൽ നോക്കുന്നത് പോലെ മനുഷ്യന്റെ പുറത്തെ മിറർ അല്ല, മനുഷ്യന്റെ ലൈഫിന്റെ മിററാണ്, മനുഷ്യന്റെ സോളിന്റെ മിററാണ് വേർഡ് ഓഫ് ഗോഡ്. ഈ ചോദ്യത്തെ വേർഡ് ഓഫ് ഗോഡ് ഡീൽ ചെയ്യുന്നത് വെരി ഡിഫറെന്റ്ലി. വെരി ഡിഫറെന്റ്ലി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എപ്പോഴും സ്കെപ്റ്റിക്കാ, ദൈവം ഉണ്ടോ ഇല്ലയോ. ബൈബിളിന്റെ അപ്രോച്ച് വെരി ഡിഫറെന്റാ. ഈ അപ്രോച്ചിനെ ഞാൻ വിളിക്കുന്നത് ദി ഓപ്പൺ ബുക്ക് ടെസ്റ്റ് അനാലജി. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല, ഇത് വളരെ സിമ്പിൾ ആണ്, വളരെ ഒരു ഹ്യൂമറസ്, ഒരു വളരെ രസികമായ ഒരു അനാലജി, മറക്കത്തില്ല. തുറന്ന പുസ്തക പരീക്ഷ. നിങ്ങൾ എത്ര പേര് അങ്ങനത്തെ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചില എക്സാംസ് എല്ലാം ചിലപ്പോൾ നമ്മുടെ സാറുമാർ പറയും, ഇന്ന് അടുത്ത ആഴ്ച ഒരു എക്സാം ഉണ്ട്. നമ്മൾ മിക്കപ്പോഴും പഠിക്കാതെ പോകുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണ് പരീക്ഷ ഉള്ളതെന്ന് അറിയുന്നത്. ഇതൊക്കെ സർവ്വസാധാരണ അങ്ങനെ അക്കാഡമിക് ബ്രില്യൻസ് ഇല്ലാത്ത നമ്മളെപ്പോലുള്ള എന്നെ പോലുള്ള സാധാരണ ആൾക്കാരുടെ അനുഭവമാണ്. പഠിത്തത്തിൽ വലിയ ഫോക്കസ് ഇല്ലാത്തവർ they will be surprised. പക്ഷെ ആ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചർ പറയുകയാണ്, ഡോണ്ട് വറി. പരീക്ഷാ ഹാളിൽ നമ്മൾ ചെന്നപ്പോൾ, ക്ലാസ് റൂമിൽ ചെന്നപ്പോൾ ടീച്ചർ പറയാണ്, ടുഡേ യു ഹാവ് എക്സാം ബട്ട് ഡോണ്ട് വറി. ഓക്കെ, the teacher says don't worry, it's an open book test. You can open your books and you can write the answers finding out from the books. And മിക്ക ബുക്സിലും, ടെക്സ്റ്റ് ബുക്സിലും, പല ടെക്സ്റ്റ് ബുക്സിലും ആൻസേഴ്സ് എല്ലാം ബാക്കില്ല. എക്സസൈസും ക്വസ്റ്റ്യൻസും ചാപ്റ്റേഴ്സിൽ ഉണ്ടെങ്കിലും ആൻസേഴ്സ് ബാക്കില്ല. അതുപോലെ തന്നെ ഒരിടത്തും പോകണ്ട ദൈവത്തിന്റെ അസ്തിത്വം. കോസ്മോളജിക്കൽ, ടീലിയോളജിക്കൽ, ഓണ്ടോളജിക്കൽ എല്ലാം ഉണ്ട്. അതെല്ലാം ഒരു ശാസ്ത്രീയമായ, ഒരു ബൗദ്ധികമായ, ഒരു സൈദ്ധാന്തികമായ ഫിലോസഫിക്കൽ ഡിസ്കഷൻസിൽ they will work. But in a spiritual discussion, not even in a spiritual discussion, for a normal man, ഒരു സാധാരണ പച്ച മനുഷ്യന് മനസ്സിലാകണമെങ്കിൽ ഒരിടത്തും പോകണ്ട, ഒരു ഓപ്പൺ ബുക്ക് ടെസ്റ്റ് പോലെ ഇതിന്റെ ഉത്തരം we can find out ourselves, because
the answer is written in the last page, not in the last page of a book. The answer is written in the last page or in God's creation itself. ഉദാഹരണങ്ങൾ പലത് എന്റെ മൈൻഡിലുണ്ട്. But because of the time, I will cut short on examples and move forward the content. Still, നമ്മൾ ഏത് പ്രൊഡക്റ്റ് എടുത്താലും there is a made in. ഇപ്പോൾ വലിയൊരു വിവാദമാണ് ഇന്ത്യ ചൈന കോൺഫ്ലിക്റ്റ് നിമിത്തം മെയ്ഡ് ഇൻ ചൈന ബോയ്ക്കോട്ട്. ഇപ്പൊ നമ്മൾ ആപ്സ് ബോയ്ക്കോട്ട് ചെയ്തു, മൊബൈൽസ് ബോയ്ക്കോട്ട് ചെയ്താൽ എന്നെ കേൾക്കുന്ന നമ്മുടെ എല്ലാവരുടെ അവസ്ഥ എന്താകുമെന്ന് പറയേണ്ട ആവശ്യവുമില്ല. പ്രാക്ടിക്കൽ കാര്യം. ഓക്കെ, എനിവേസ്, എല്ലാ പ്രൊഡക്റ്റിനും മെയ്ഡ് ഇൻ ഡെസിഗ്നേഷൻ ഉണ്ട്. ബോംബെയിൽ ഞാൻ എന്റെ ലൈഫിന്റെ ഒരു നല്ല പങ്ക്, ഐ ലിവ്ഡ് ഇൻ ബോംബെ. So there is a set of products that comes out of Bombay. It is called made by USA. നമ്മൾ ഓർക്കും it's directly from the United States. അതൊരു കോർട്ട് കേസുമായതാ. But നമ്മൾ ഉദ്ദേശിക്കുന്നത് it is not made in USA, it is made by USA. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? Made by ഉല്ലാസ് നഗർ സിന്ധി അസോസിയേഷൻ. എന്നാൽ അവർ അവരുടെ ബ്രാൻഡ് മാർക്കായിട്ട് കൊടുക്കുന്ന അവരുടെ പ്രൊഡക്റ്റിന്റെ പേരാണ് മെയ്ഡ് ബൈ USA. ഇപ്പൊ നമ്മൾ പറയാം ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചു, പക്ഷെ എവിടെയെങ്കിലും ദൈവം തന്റെ ബ്രാൻഡ് അടിച്ചോ? എവിടെയെങ്കിലും ഉണ്ടോ? സൃഷ്ടിയിലുണ്ടോ? നമ്മുടെ ശരീരത്തുണ്ടോ? നോ 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 ബ്രാൻഡ് മാർക്സ്. ബട്ട് നമ്മളിൽ തന്നെ നമ്മുടെ ക്രിയേറ്ററിനെ തിരിച്ചറിയാനുള്ള ക്ലൂസ് അല്ല, ക്ലിയർ നോളജ് കിട്ടാനുള്ളത് ഗോഡ് തന്നിട്ടുണ്ട്. നമ്മളിൽ തന്നെയും ക്രിയേഷനിലും. Psalms 19 പറയുന്നത് creation declares the glory of God. Look at the creation. Once again I remind you, a booklet is coming, and in that booklet you will see God's amazing creation. Creationil നോക്കിയാൽ you will realize, no wonder there is a creator behind all this. Creationil പോകുന്നതിനേക്കാൾ I would prefer man's own nature. നമ്മുടെ ഓൺ നേച്ചറിൽ നോക്കിയാൽ നമുക്കറിയാം. അതിലെ പ്രൂഫ്സ് ആണ് ഞാൻ താഴെ തന്നിരിക്കുന്നത്. ഒരിടത്തും പോകണ്ട, ഓപ്പൺ ബുക്ക് ടെസ്റ്റ് പോലെ എന്റെ ലൈഫ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എനിക്കറിയാം എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ പേഴ്സൺഹുഡ്. എനിക്കൊരു വ്യക്തിത്വം ഉണ്ട്, ഞാൻ വ്യക്തിയാ, എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. എല്ലാ നിയമങ്ങളും അതിന്റെ പേരില്ല. Every law, every rule book works on, every constitution works on this concept. Every human being has inalienable rights. നിഷേധിച്ചു കൂടാത്ത അവകാശങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. കൊരങ്ങനിൽ നിന്ന് പരിണമിച്ച വാല് ചുരുങ്ങി ഒരു മനുഷ്യനായെങ്കിൽ കൊരങ്ങന് എവിടെ റൈറ്റ് ഉള്ളത്? ഞാനൊരു പേഴ്സൺ ആണ്, എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, എനിക്കൊരു വ്യക്തിത്വമുണ്ട്, എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, എനിക്കൊരു പേരുണ്ട്, എനിക്ക് എന്നെ കുറിച്ച് തന്നെ ഒരു തിരിച്ചറിവുണ്ട്. I know, I am conscious of my own existence. I am conscious of my thoughts. I am conscious of my behavior. I am conscious of my inclination. എൻ്റെ മനസ്സിന്റെ വികാര ഭാവങ്ങൾ, ചിന്തകൾ, എൻ്റെ മനസ്സിന്റെ ഒരു ചാഞ്ഞു, മനുഷ്യന്റെ മനസ്സ് ഓരോ ഭാഗത്തേക്കും ചായും. ആ ചായുവുകളെല്ലാം എനിക്കറിയാം. അടുത്തത് universal sense of conscience. You don't need to be a Christian to know that stealing is wrong. അതിനേക്കാൾ എല്ലാം വലുതാണ് യൂണിവേഴ്സൽ ജുഡീഷ്യൽ സെന്റിമെന്റ്. കോൺഷ്യൻസ് അവിടെ ഇരിക്കട്ടെ. ഒരു വ്യക്തി പറയാം, എനിക്ക് കള്ളം പറയുന്നത് ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു കള്ളം പറയുന്ന മോറൽ കോൺഷ്യസ്നെസ് ഒരു വ്യക്തി പറയുകയാണ്, എനിക്ക് കള്ളം പറയുന്നത് തെറ്റായിട്ട് തോന്നുന്നേ ഇല്ല, ഞാൻ കള്ളം പറയുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നില്ല. ആ വ്യക്തിയോട് നിങ്ങൾ ഒരു കള്ളം പറഞ്ഞ് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നൊരു കാര്യം മറച്ചു വെച്ച് നിങ്ങൾ ആ വ്യക്തിയെ മനഃപൂർവ്വം ഒന്ന് ചതിച്ചേ, വ്യക്തി സഹിക്കുവോ? ഞാൻ കള്ളം പറയുന്നത് തെറ്റാന്ന് വിശ്വസിക്കുന്നില്ല, പക്ഷെ എന്നോട് ഒരാളൊരു കള്ളം പറഞ്ഞാൽ ഞാൻ സഹിക്കത്തില്ല. ഞാൻ മോഷ്ടിക്കുന്നത് തെറ്റാന്ന് വിശ്വസിക്കുന്നില്ല, പക്ഷെ എനിക്ക് വിലയേറിയ, ഞാൻ വില മതിക്കുന്ന വിലപ്പെട്ട ഒരു കാര്യം എന്നിൽ നിന്ന് മോഷ്ടിച്ചാൽ ഞാൻ സഹിക്കത്തില്ല. വൈ?
എന്നെ അപമാനിക്കുന്ന, എനിക്ക് ഹാനി വരുത്തുന്നവർ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ജഡ്ജ് ചെയ്യാനുള്ള ഒരു ന്യായ വ്യവസ്ഥിതി എന്റെ അകത്ത് തന്നെ ഒരു കോടതിയുണ്ട്. ഇത് എവിടെ നിന്ന് വന്നു? റവി സാക്രിയാസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനത് സ്ലൈഡ്സിൽ തന്നിട്ടില്ല. ഈവിൾ എന്തുകൊണ്ടുണ്ടെന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ ഈവിൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ട കാര്യം, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, എന്തുകൊണ്ട് ഈവിൾ ഉണ്ടെന്ന് ചോദിക്കുന്നതിന് മുൻപാകെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഗുഡ് ഉണ്ടെന്ന. ഗുഡ് എവിടെ നിന്ന് വരുന്നു? തെറ്റും ശരി എവിടെ നിന്ന് വരുന്നു? ഒരു മോറൽ ലോ ഉണ്ട്. ഒരു മോറൽ ലോ എവിടെ നിന്ന് വരുന്നു? ഒരു മോറൽ ലോ തന്ന, ഒരു ധാർമ്മിക നിയമം തന്ന നിയമദാതാവുണ്ട്. അതാരാ? ഇറ്റ് ഈസ് ഗോഡ്. ദി ആൻസർ ഇസ് ഫൗണ്ട് വിത്തിൻ ourselves. Romans 1:18-21 നിങ്ങൾ വായിക്കണം. From the beginning of creation, it is no need to. About it is evident, evidence. തെളിവ is the open book analogy. You can use it with your friends. No need to go for arguments. Within him the answer lies. He knows it within himself, but he is suppressing the truth. ആ സത്യത്തെ മനുഷ്യൻ മനഃപൂർവമായി സപ്രസ് ചെയ്യുക. ദൈവം ഉണ്ടെന്ന നിരീശ്വരവാദിക്ക് അറിയാം, പക്ഷെ അത് അവൻ സപ്രസ് ചെയ്യുക. കാരണം ദൈവം ഉണ്ടെങ്കിൽ he must be accountable to someone greater than him. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. We are created with a purpose. നമുക്കൊരു ഉദ്ദേശത്തോടെയാണ് സൃഷ്ടിച്ചത്. പക്ഷെ സംഭവിച്ചത് എന്താ? Man lost his purpose in the fall. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, but man chose. മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ദൈവത്തെ കൂടാതെ ജീവിക്കണം. ആ fall എന്ന വിഷയം എനിക്ക് പറയാൻ ഒട്ടും സമയമില്ല. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന യങ് ഫ്രണ്ട്സ്, we are talented, we are capable, we have got all kinds of skills, talents and all. But let me tell you, നമ്മുടെ ഫസ്റ്റ് പേരൻസിന് എടുത്ത ചോയ്സ് നിമിത്തം നമ്മൾ ദൈവത്തിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയി. അതുകൊണ്ടാണ് ഇപ്പൊ ക്രിയേറ്റർ ഉണ്ടോ, ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദ്യം വരുന്നത്. വി ലോസ്റ്റ് കണക്ഷൻ. അതിന്റെ പരിണിത ഫലമാണ് നമ്മളെ ദൈവ സ്വരൂപത്തിലാണ്, ദൈവത്തിന്റെ ഈ ഹ്യൂമൻ പേഴ്സൺഹുഡ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ സ്വരൂപം നഷ്ടപ്പെട്ടപ്പോഴാണ് മനുഷ്യൻ, ആ ഇമേജ് ലോസ് ആയപ്പോഴാണ് മനുഷ്യന്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായി. ആ ഗ്യാപ്പ് മനുഷ്യൻ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു കോമിക് സ്ട്രിപ്പ് ഏപ്രിൽ വന്നതാ. ലോക്ക്ഡൌൺ ആയപ്പോൾ പല മൃഗങ്ങൾ പുറത്തോട്ടത്തിൽ ഇപ്പോഴത്തെ കോളമിസ്റ്റ് പറയുകയാണ്, എലികളും എന്തിനാ, ലെറ്റ്സ് സീ വാട്ട് റേസ് ഇസ് ഓൾ അബൌട്ട്. ഈ റാറ്റ് റേസ് എന്താണെന്ന് അറിയാൻ വേണ്ടി എലികൾ പുറത്തു വന്നു. റാറ്റ് റേസ് എന്താണെന്ന് കേൾക്കുന്ന ഒരു 70% ആൾക്കാർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. മനുഷ്യന്റെ ഈ നെട്ടോട്ടത്തിന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാ റാറ്റ് റേസ്. മനുഷ്യനൊരു നെട്ടോട്ടത്തില്ല. നമ്മൾ ജനിക്കുമ്പോൾ അത്ര അറിയത്തില്ല, പക്ഷെ നമ്മൾ ജനിക്കുന്നത് തന്നെ ദൈവമായിട്ട് കണക്ഷൻ നഷ്ടപ്പെട്ട, വളരും തോറും നമ്മൾ വി ആർ ട്രൈങ്, വി ആർ പ്ലാനിങ്, വി ആർ ഗോയിങ്, വി ആർ റണ്ണിങ്, വി ആർ പെർസ്യൂയിങ് ആൻ എൻഡ്ലെസ് സെൽഫ് ഡിഫീറ്റിംഗ് പോയിന്റ്ലെസ് പെർസ്യൂട്ട്. ഒരു നെട്ടോട്ടത്തില്ല. എന്തിനുള്ള നെട്ടോട്ടമാ? ബ്ലെയ്സ് പാസ്കൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പാസ്ചറൈസേഷൻ ഒക്കെ കണ്ടുപിടിച്ച, ശാസ്ത്ര ലോകത്തിന് വളരെ കാര്യങ്ങൾ സമ്മാനിച്ച ബ്ലെയ്സ് പാസ്കൽ പറയുന്നത്, ഓൾ മെൻ സീക്ക് ഹാപ്പിനെസ്. എല്ലാ മനുഷ്യനും അന്വേഷിക്കുന്ന സന്തോഷമാണ്. മറന്നുപോലെ നമ്മുടെ ടോപ്പിക്, എ ഗ്യാപ്പിംഗ് ഹോൾ, എ ഹോൾ ഇൻ ദ സോൾ. എല്ലാ മനുഷ്യനും സന്തോഷം എവിടെ കിട്ടും? എന്തിനാ മനുഷ്യനെ ഓടുന്നത്? ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, പഠിക്കുന്നു, ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, പല കാര്യങ്ങൾ ലെജിറ്റിമേറ്റ് ആയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, പലതും സീക്രട്ട് ആയിട്ട് ചെയ്യുന്നു, ആരും കാണാതെ ചെയ്യുന്നു, പലതും ചെയ്ത് കാട്ടിക്കൂട്ടുന്നത് ഹാപ്പിനെസ്. എങ്ങനെങ്കിലും ഹാപ്പിനെസ് കിട്ടാൻ എന്തും ചെയ്യും. മനുഷ്യൻ ചെയ്യുന്ന ഏത് പ്രവർത്തിക്കും പിന്നിലുള്ള മോട്ടീവ് മനുഷ്യൻ അവരവരെ തന്നെ കൊല്ലുന്നത് പോലും. ഈവൻ ദോസ് ഹു ഹാങ് ദംസെൽവ്സ്, യുദ്ധത്തിന് പോകുന്നവർ
പോകാത്തവരും സൂയിസൈഡ് ചെയ്യുന്നവരും എല്ലാം ചെയ്യുന്നത് എന്താ? ഒരു സംതൃപ്തി, ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ദ പർസ്യൂട്ട് ഓഫ് പ്ലഷർ. മനുഷ്യനൊരു ഒരു ഇച്ഛയുണ്ട്, ഒരു ത്വരയുണ്ട്. ആ ത്വര, ആ ഒരു മോഹം, ഒരു തീവ്രമായ ആഗ്രഹം, അതെല്ലാം വരും. yearnings, longings, wants, requests, wish, desires, needs, appetite. മനുഷ്യന്റെ വിശപ്പ്, ശരീരത്തിന്റെ വിശപ്പ്, വയറിന്റെ വിശപ്പ്. All this we do to become happy. Pursuing pleasure. ഞാൻ ഇനിയും പറയാൻ പോകുന്നത് അല്പം ഷോക്കിംഗ് ആ. എന്റെ സമയം വളരെ മുന്നോട്ട് പോയി. ബട്ട് ഞാൻ പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. നമ്മൾ ഇത് ചെയ്യുന്നത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ്. നമ്മൾ ഈ മോഹങ്ങളുടെ പുറകെയും പലതിന്റെ പുറകെ പോകുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ്. പക്ഷേ നമ്മുടെ സന്തോഷം തേടുന്നത് ഇസ് നോട്ട് എ സിൻ. അയ്യോ സഹോദരൻ എന്തോ പറയുന്നത്? വാട്ട് ആർ യു ടെല്ലിംഗ് ബ്രദർ? സീക്കിംഗ് വൺസ് ഓൺ ഹാപ്പിനെസ് ഇസ് നോട്ട് എ സിൻ. ഇത് ആരും നിങ്ങളോട് ഇന്നുവരെ പറഞ്ഞു കാണത്തില്ല. ഞാൻ നിൽക്കുന്നില്ല. ഇവിടെ നിൽക്കാനുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിൽക്കും. ഹ്യൂമൻ നേച്ചറിൽ ഡിഫോൾട്ട്, നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഡിഫോൾട്ട് ആയിരിക്കുന്നത് പോലെ, അല്ലെ ആപ്പിളിൽ സഫാരി ഡിഫോൾട്ട് ആയിരിക്കുന്നത് പോലെ, ഹ്യൂമൻ ഹാർട്ടിന്റെ ഡിഫോൾട്ട് ആണ്. ദൈവം സൃഷ്ടിച്ചത് അങ്ങനെ തന്നെയാണ്. ആസ് ഗ്രാവിറ്റി ഈസ് ദ ലോ ഓഫ് നേച്ചർ, മാൻ സീക്സ് ഹാപ്പിനെസ്. സന്തോഷം വേണം. നമ്മുടെ പ്രശ്നം നമ്മൾ പ്ലഷർ അന്വേഷിക്കുന്നതല്ല. നമ്മുടെ പ്രശ്നം നമ്മൾ കുറഞ്ഞ പ്ലഷറിൽ സംതൃപ്തിപ്പെടുകയാണ്. Our problem is not that we are pursuing pleasure. Our problem is we are satisfied with lesser pleasures. ഞാൻ വേഗം മുൻപോട്ട് പോകാം. നമ്മൾ എങ്ങനെ പ്ലഷർ അന്വേഷിക്കുന്നത്? എങ്ങനെ നമ്മുടെ ഡിഫോൾട്ട് മോഡ്, വി വോണ്ട് ടു ബി ഹാപ്പി. ആർക്കും ഐ വോണ്ട് ടു ബി സാഡ്, എനിക്ക് ദുഃഖിക്കണം. വി വോണ്ട് ടു ബി ഹാപ്പി. And happiness is a legitimate need, a legitimate desire. പക്ഷെ പ്രശ്നം എന്താ? We go after the wrong things to make us happy. Pop culture, TV, music, magazines, fashion, money, looksന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു? പ്ലാസ്റ്റിക് സർജറി, ഫേസ് transplant, whatever. Popularity, relationships, boyfriends, girlfriends, hooking up, sex, pornography, sports, partying, drugs. Others will go after technology addiction, Instagram, Facebook. ഇതൊന്നും ഞാൻ നിൽക്കുന്നില്ല ഇപ്പോ. Success, big grades, tons of certificates, money making jobs, big house, driving a car. Rat race എന്തിനാ? എന്തെങ്കിലും we have to become something great. നമ്മൾ ചർച്ചിൽ പോകുന്നത് എന്തിനാ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? എന്നെ കേൾക്കുന്ന ബിലീവേഴ്സ്, most of the time we are doing all this, all the spiritual gimmicks, all the praying, singing and everything. Music. Why we go for worship? We hear 1 hour message, we are what do you say? We are totally flat. The tire is flat. But if you say 24-hour non-stop worship, we are ready. It's not because we love to worship God. Let me tell you the bitter truth. It is more to do with the music and relaxation and the atmosphere. It has nothing to do with God and His majesty. Sorry to say that. The problem is our desires are not too strong. നമ്മുടെ ഉള്ളിൽ വല്ലാതെ മോഹങ്ങൾ ഉള്ളതാ. ആ വല്ലാതെ മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റായ മോഹങ്ങൾ എന്നാണ് ബൈബിൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മോഹിക്കുന്നതല്ല തെറ്റ്, നമ്മൾ മോഹിക്കുന്ന മോഹങ്ങൾ ബലഹീനമാണ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ, അർത്ഥപ്രാണരായ വ്യക്തികളെ പോലെ നമ്മൾ മദ്യത്തിലും സെക്സിലും അംബിഷനിലും ഈ ലോകത്തിലെ പല സുഖങ്ങളിലും നമ്മൾ മോഹം നടക്കുക. പക്ഷേ തീരാത്ത സന്തോഷം, തീരാത്ത പ്രമോദം, അതാണ് പ്ലഷർ എന്നുള്ള കറക്റ്റ് മലയാളം വാക്ക്. റിയൽ പ്ലഷർ, ഇൻഫൈനൈറ്റ് പ്ലഷർ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഈ
മോദത്തിനും മോഹത്തിനും മേനിലുള്ള നമ്മുടെ ആ കൊതി, നമ്മുടെ ആ ത്വര ഈ ലോകം ഓഫർ ചെയ്യുന്ന വീക്കായിട്ടുള്ള ലെസർ പ്ലഷേഴ്സിൽ കളയുക. ഉദാഹരണം പറഞ്ഞാൽ C.S. ലൂയിസ് പറയുന്നത്, ഒരു ഓഷ്യൻ, ഒരു കടൽ തീരത്തിൽ ഹോളിഡേയുടെ സുഖം കിട്ടിയാലും ആ സുഖം തിരിച്ചറിയാൻ കഴിയാതെ ചെളി ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ളത് പോലെ 20,000 അല്ലെങ്കിൽ 2,000 രൂപയുടെ നോട്ടും ഒരു ഗ്ലിറ്റർ പേപ്പറും കൊടുത്താൽ ഏത് കൊച്ചുകുട്ടിയായാലും 2000 നോട്ടിന്റെ വില അറിയത്തില്ല, വാല്യൂ അറിയത്തില്ല, ഗ്ലിറ്റർ പേപ്പറിൽ കയറി പിടിക്കും, അത് മോഹിക്കും. അതുപോലെ ഗോഡ് ഇസ് ഓഫറിംഗ്, വി ആർ ഓഫേർഡ് സംതിങ് മോർ ഇൻഫൈനൈറ്റ്. Our problem is not that we are seeking pleasure, our problem is we are far too easily pleased. നമ്മുടെ പ്രതിസന്ധി നമ്മൾ പലതും മോഹിക്കുന്നതല്ല, നമ്മൾ തെറ്റായത് മോഹിക്കുന്നു, ശരിയാ, നമ്മൾ മോഹിക്കുന്നത് തെറ്റിപ്പോകുന്നതും. ബട്ട് a real problem is നമ്മൾ പല കാര്യങ്ങളിൽ പെട്ടെന്ന് തൃപ്തരായി പോകുക. നമ്മൾ മുമ്പ് കണ്ടതുപോലെ ഈ ലോകം ഓഫർ ചെയ്യുന്ന പലതിലും നമ്മൾ ഈസിലി പ്ലീസ്ഡ് ആയി പോകുക, ഈസിലി സാറ്റിസ്ഫൈഡ് ആയി പോകുക. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആ ഗ്യാപ്പിന് ഇതിനൊന്നും ഫില്ല് ചെയ്യാൻ കഴിയത്തില്ല. We need something more. We need something that will make us infinitely happy. അളക്കാൻ കഴിയാത്ത സന്തോഷം തരാൻ കഴിയുന്ന എന്തോ ഉണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ ഒരിക്കൽ ട്രൂ ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, യഥാർത്ഥ സന്തോഷം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തരി മാത്രം, അതിന്റെ ഒരു ഛായ മാത്രം ഇന്ന് അവശേഷിക്കുന്നു. മനുഷ്യന്റെ ഉള്ളിലുള്ള യഥാർത്ഥ സന്തോഷം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയപ്പോൾ നഷ്ടപ്പെട്ടു. കാരണം എന്താ? മനുഷ്യന്റെ ഉള്ളിൽ യഥാർത്ഥമായി സന്തോഷം നൽകാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. നമ്മൾ കണ്ട ആ ചാർട്ടിന്റെ താഴെ, we are seeking many things to become happy, but only God can truly fill the hole in your soul. My friend, my brother, my sister, as a humble brother, I plead you, that hole, that emptiness, it is not because you are desiring too much. ഞാൻ വല്ലാതെ അങ്ങ് ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല, വേണ്ടാത്തത് ആഗ്രഹിച്ചു പോകുന്നത് മാത്രമല്ല, you are pleased with tiny pitty piney things. നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്, ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ലെസർ പ്ലഷേഴ്സ്. അതാണ് അഗസ്റ്റീൻ പറഞ്ഞത്, കർത്താവേ നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ ഞങ്ങളുടെ സ്വസ്ഥത കണ്ടെത്തുന്നത് വരെ ഞങ്ങൾ തികച്ചും അസ്വസ്ഥരാ. ഞാൻ ഒരിക്കൽ കൂടി പറയാം, കർത്താവേ ദൈവമേ നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ ഞങ്ങൾ സ്വസ്ഥതയും വിശ്രാമവും കണ്ടെത്തുന്നത് വരെ ഞങ്ങൾ എന്നും അസ്വസ്ഥരാണ്, വിശ്രാമമില്ലാത്തവരാ. മൈ ഫ്രണ്ട്സ്, ജെറമായ 2:13 ആ വാക്യം നിങ്ങൾ നോട്ട് ചെയ്യണം. ആ ടെക്സ്റ്റിലൊന്നും ഞാൻ പോകുന്നില്ല. ജെറമായ ഇസ്രായേലിൽ നോക്കി പറയുന്നത്, അവർ ചെയ്ത 2 പാപം, ഒത്തിരി പാപമൊന്നും ചെയ്തില്ല. നമ്മൾ ചോദിക്കുമ്പോ, നിങ്ങളോട് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ നമ്മൾ പറയും വിഗ്രഹാരാധന, കൽപ്പന ലംഘിച്ചു, 10 കൽപ്പന ബ്രേക്ക് ചെയ്തു, റൈറ്റ്, എല്ലാ പാവവും ചെയ്തു, ഇസ്രായേൽ മക്കൾ ഡിഗ്രേഡ് ആയി. ബട്ട് ജെറമായക്ക് പറയാനുള്ളത്, ഇസ്രായേലിന്റെ എല്ലാ പാപത്തെയും 2 ആയിട്ട് തിരിക്കാം. ഒന്ന്, യു ഹാവ് കമ്മിറ്റ്, മൈ പീപ്പിൾ, എന്റെ ജനം, ഗോഡ്സ് പീപ്പിൾ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, യു ആർ ഗോഡ്സ് പീപ്പിൾ. 2 തെറ്റ് ചെയ്തു, 2 തിന്മ ചെയ്തു. ഒന്ന്, they have forsaken me, the fountain of living waters. ജീവജലത്തിന്റെ വാഹിനിയായ, ഉറവയായ എന്നെ നിങ്ങൾ നിഷേധിച്ചു. ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും പറ്റാത്ത ജീവജലമാണ്. അതാണ് യേശു ശമരിക്കാരി സ്ത്രീയോട് പറഞ്ഞത്, ഈ വെള്ളം കുടിച്ചാൽ നീ ദാഹിക്കും, ഈ പാപം ചെയ്താൽ പിന്നെയും മോഹിക്കും. ആ മോഹത്തിനൊരു ശമനമില്ല. ഒരു പാപത്തിൽ നിന്ന് അടുത്ത പാപത്തിലേക്ക്. ആദ്യം ഒരു അറിയാതെ മൊബൈൽ ആദ്യമായിട്ട് യൂസ് ചെയ്തപ്പോൾ സ്ക്രീനിൽ ഒരു ചിത്രം കണ്ടു, അറിയാതെ ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് ചാടി വന്നതാ, അതങ്ങ് ഞെക്കി, അത് കണ്ടു, അതിലൊരു മോഹത്തിനൊരു ചെറിയൊരു ആശ്വാസം, പിന്നെ അത് കാണാൻ ഒരു ആഗ്രഹം, പിന്നെ അതിൽ തൃപ്തിയാകുന്നില്ല, അതിനേക്കാൾ അശ്ലീലം, അതിനേക്കാൾ അശ്ലീലം,
അങ്ങനെ പോർണോഗ്രഫിക്ക് അഡിക്റ്റ് ആയ ചിലരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട്. വൈ? You are going after one pleasure and that is not satisfying. You will go after more pleasure and you will go after more and more and more retarded things. മനുഷ്യ സമൂഹത്തിന് ചിന്തിക്കാൻ പറ്റാത്ത മ്ലേച്ഛതയിലേക്ക് നമ്മൾ അറിയാതെ കുപ്പുകുത്തും. നമ്മൾ ആരംഭിക്കുന്നത് ചെറിയ ചെറിയ മോഹങ്ങളില്ല. കാരണം എന്താ? We are easily pleased. They are easily pleased with the lesser pleasures. ദൈവം പറയാണ്, ഒരിക്കലും പറ്റാത്ത നിന്റെ സോളിന്റെ തേഴ്സ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫൗണ്ടൻ ഞാൻ തരിക, ആ കിണർ ഞാൻ തരിക. അത് നീ റിജക്ട് ചെയ്തു. രണ്ടാമത്തെ പാവം എന്തുവാ? വെള്ളം കൊള്ളാത്ത പൊട്ടക്കിണർ നീ നിനക്കായി തന്നെ സൃഷ്ടിച്ചു. ആരോ സഹോദരൻ ഒരു വ്യക്തി പറയുന്നത് പോലെ അഡിക്ഷൻസിൽ എത്തുന്നത് എങ്ങനാ? റൂട്ട്, ഞാൻ റൂട്ടിൽ അറ്റാക്ക് ചെയ്യുന്നത്. ഇതെല്ലാം ഫ്രൂട്ടാ. അഡിക്ഷൻസ്, ഡ്രഗ്സ്, പോണോഗ്രഫി, അബ്യൂസീവ് ബിഹേവിയർ, ഡിസൊബീഡിയൻ, എല്ലാം നമ്മൾ മുമ്പേ കണ്ടതെല്ലാം ഫ്രൂട്ടാ. റൂട്ട് എന്തുവാ? റൂട്ട് നമ്മുടെ എംപ്റ്റിനെസ്സിനെ ഫില്ല് ചെയ്യാൻ നമ്മൾ പൊട്ടക്കിണർ ഉണ്ടാക്കി. ബട്ട് ദേ വർ നോട്ട് ഗിവിംഗ് us happiness, they were kill joy. സന്തോഷം കെടുത്തുന്നതായിരുന്നു. What is the solution? Return to the source of joy. Two sins. ഒന്ന്, ഫൗണ്ടൻ ഓഫ് ജോയിനെ റിജക്ട് ചെയ്തു. സെക്കൻഡ്, നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന പലതിലും നമ്മൾ എത്തിപ്പറ്റു. അങ്ങനെ സോളിൽ ഒരു എംപ്റ്റിനെസ് ആണ്. അത് ആർക്കും ഫിൽ ചെയ്യാൻ കഴിയത്തില്ല. റിട്ടേൺ ടു ദ സോഴ്സ് ഓഫ് ജോയ്. സങ്കീർത്തനം 16:11 പറയുന്നത്, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്, നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. On your right hand there are eternal pleasures. Pleasure is not a bad word. നമ്മുടെ പ്ലഷർ കേൾക്കുമ്പോൾ നമുക്ക് സെൻഷ്വൽ പ്ലഷർ മാത്രമേ മനസ്സിൽ വരത്തുള്ളൂ. പ്ലഷർ ഇസ് എ ന്യൂട്രൽ വേർഡ്. അതാണ് പ്രമോദം. നമ്മൾ എന്തിലാണ് പ്രമോദം കണ്ടെത്തുന്നത്? മൊബൈൽ മാന്തിക്കൊണ്ടിരിക്കുന്നതിലാണോ? വേണ്ടാത്ത ചാറ്റിംഗ് ചെയ്യുന്നതിലാണോ? എന്തിലാണ് പ്രമോദം കണ്ടെത്തുന്നത്? ഈ എംപ്റ്റിനെസ് നിറയ്ക്കാൻ നോക്കിയ, കുത്തി നിറയ്ക്കാൻ നോക്കിയ, എന്തോ വെച്ചാലും നിറയത്തില്ല. കാരണം ഇതെല്ലാം ഫ്ലീറ്റിംഗ് പ്ലഷേഴ്സാ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങുന്ന ജഡീക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര. If you see the beauty of Jesus, if you see the pleasure that God is offering, you will never go after the lesser pleasures. God is offering you eternal joy, unlimited validity, joy no one can steal, joy indescribable. Our choice whether we will go for eternal pleasure or temporal pleasure. ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ വെക്കുക. ജെ.സി. റയൽ പറയുന്ന ഇങ്ങനെ, thousands have everything that is thought able to give pleasure and yet are never satisfied. Their heart is always aching. There is a constant sense of emptiness within. ആയിരക്കണക്കിന് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിന് ഒരു തൃപ്തി തരുമെന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ പുറകെ പോകുകയാണ്. പക്ഷെ ശൂന്യത ആർക്കും നിറയ്ക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? ദൈവവുമായിട്ട് സമാധാനമില്ല, ദൈവവുമായിട്ട് ഒരു റൈറ്റ് റിലേഷൻഷിപ്പ് ഇല്ല. പവർ കട്ട് ഉണ്ടാകുന്ന പോലെ കണക്ഷൻ മിസ്സായി പോയിരിക്കുക. വാട്ട് ഈസ് ദ സോൾ സാറ്റിസ്ഫൈങ് സൊല്യൂഷൻ? എങ്ങനെയാണ് ഈ ഗ്യാപ്പിനെ നിറയ്ക്കുന്നത്? ഞാനൊരു 5 minutes ക്ലോസ് ഡൗൺ ചെയ്യാം. പ്ലീസ് ബിയർ വിത്ത് മീ. ദിസ് ഇസ് ദ ഫസ്റ്റ് സെഷൻ. അതുകൊണ്ട് അല്പം ഒരു 5 minutes മുന്നോട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ പലതും വെച്ച് ഈ ഗ്യാപ്പിനെ ഫിൽ ചെയ്യാൻ ശ്രമിച്ചു. ആ പല കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പോയില്ല. അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പോയാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന, നമുക്ക് എല്ലാം ശരിയാ, ഒന്നും തെറ്റില്ല, എവറിത്തിങ് ഇസ് ഓക്കെ. എന്നോടൊരു കഴിഞ്ഞ ദിവസം ഒരു മദർ ഓഫ് ടീനേജേഴ്സ് എന്നെ, ആക്ച്വലി ഷീസ് എൽഡർ സിസ്റ്റർ ടു മീ, എന്നെ യൂത്ത് മീറ്റിംഗ്സിനെ കുറിച്ച് പോസ്റ്റർ കണ്ടപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, our children think everything is okay, chatting is okay, sharing wrong images is okay, nothing is wrong for them. കാരണം എന്താ? നമ്മൾ ഓർക്കുന്നത് നമുക്ക് ബോധിച്ചതെല്ലാം ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പ് ഫിൽ ആകും. നോ, മൈ ക്വസ്റ്റ്യൻ ഇസ്, do you have peace with God? Do you know?
ഇന്ന് ഞാൻ ഈ നിമിഷം മരിച്ചാലും എന്ന് പറഞ്ഞാൽ യു യങ് പീപ്പിൾ, യു ഹവ് ലോങ് വേ ടു ഗോ, ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് many are passing away in the 20s. No guarantee for life. But question is, have you experienced the forgiveness of God? Is there a soul satisfying joy in your soul? If it is not so, my friend, you need Jesus. രക്ഷപ്പെട്ടവരായിരിക്കും, സ്നാനപ്പെട്ടവരായിരിക്കും, അഭിഷേകം ഉണ്ടെന്ന് പറയുന്നവരായിരിക്കും. Remain, you are not in a right relationship with this. You are not again, and you are born again. Somewhere you have got, there is a part. ഞാൻ അതിൽ കൂടി പോകുന്നില്ല ഇപ്പോൾ. This is a battle for joy. ഒരിക്കൽ ഒരു എസെക്കിയ ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു വ്യക്തി, വളരെ നല്ലൊരു ദേവദാസൻ നിന്ന കാലത്ത് താൻ ഇങ്ങനെ പറഞ്ഞു, ഹോളി ലൈഫ് ഇസ് എ ജോളി ലൈഫ്. വിശുദ്ധ ജീവിതം ഒരു മൂകതയുടെ ജീവിതമല്ല, അത് സന്തോഷത്തിന്റെ ജീവിതമാണ്. മലയാളത്തിൽ ഒരു പഴയ പാട്ടിങ്ങനുണ്ട്, പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം. ഹോളി ലൈഫ് ഇസ് എ ജോളി ലൈഫ്. And if you think is a holy life is for all those long-faced people with no joy in their life. പണ്ട് ഈ പ്യൂരിറ്റിയൻസിനെ കുറിച്ച് ഇങ്ങനെയാ പറഞ്ഞത്, എവിടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ അത് കെടുത്താൻ വേണ്ടിയുള്ള ആൾക്കാരാണെന്ന്. അങ്ങനെയാണ് ഈ ആത്മീയത കൂടിയവരെ കുറിച്ചുള്ള ചിത്രം. പക്ഷെ ബൈബിൾ പറയുന്നത് ഹോളി ലൈഫ് ഇസ് എ ജോളി ലൈഫ്. ദൈവ സാന്നിധ്യത്തിന്റെ ജോയ് അനുഭവിച്ച വ്യക്തിക്ക് ലോകത്തിലെ വേറെ എല്ലാ ജോയും ഗാർബേജ്, ചവിട്ടുകൊട്ടയ്ക്കുള്ള. പക്ഷെ ക്രിസ്ത്യൻ ലൈഫിൽ ഇറ്റ്സ് എ സ്ട്രഗിൾ. പലപ്പോഴും നമ്മൾ അറിയാതെ ഈ ഇറ്റേണൽ ജോയെ മാറ്റിവെച്ച് നമ്മൾ ടെമ്പറൽ ജോയുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നെ കേൾക്കുന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇറ്റ് ഈസ് എ ഫൈറ്റ് ഫോർ ജോയ്. Joy is a gift of God. We must fight relentlessly for this joy. Attack every sin in your life, because sin is not joy giving. Sin is a joy killer. സന്തോഷം കൊല്ലുന്നതാണ് പാപം. പാപത്തെ ഫേസ് ചെയ്യുന്നത് അയ്യോ ഞാൻ ചെയ്തു പോയി, ഇന്നെ ദൈവം ക്ഷമിക്കത്തില്ലെന്നുള്ള നിലയിലല്ല. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ആ ഫോർഗീവ്നെസ് ഏറ്റെടുത്തുകൊണ്ട് വേണം ഈ ബാറ്റിൽ ഫൈറ്റ് ചെയ്യാൻ. ദൈവത്തെ ഉള്ളതുപോലെ കാണാനുള്ള ഒരു ബാറ്റലാണ്. ദൈവവചനം വായിക്കണം, ധ്യാനിക്കണം, പ്രേ, preach to yourself. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളോട് തന്നെ പ്രസംഗിക്കണം. നമ്മുടെ പ്രശ്നം നമ്മളെ കേൾക്കും. We listen to our heart. ഇന്നത്തെ ഫിലോസഫി ഏതാ? Go after your heart, follow your heart. ബൈബിൾ പറയുന്നത് heart is deceitful over everything. Don't follow your heart, follow the word. Preach to yourself. Spend time with people who are saturated with God. ദൈവത്തിന്റെ കൂടെ നടന്ന വ്യക്തികളോട് സമയം ചെലവഴിക്കണം. അല്ലാതെ ചല്ലും പൊട്ടും പറയുന്നവരോട് സമയം സ്പെൻഡ് ചെയ്താ നമ്മുടെ ജോയ് പോകുക. ദൈവം ആബ്സെന്റ് ആണെന്ന് തോന്നുന്നിടത്ത് ബി പേഷ്യന്റ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ. ഗെറ്റ് റെസ്റ്റ്, എക്സസൈസ്, ഹാവ് പ്രോപ്പർ ഡയറ്റ്, കീപ് യുവർ ബോഡി ഹെൽത്തി, എൻജോയ് നേച്ചർ. കാരണം നേച്ചറിലാണ് ദൈവത്തിന്റെ റെവലേഷൻ. Read good books, read biographies, do good hard work for others. ഞാൻ ചില കാര്യങ്ങൾ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. Get a global vision for the unreached. ഇന്നും സോളിൽ ഗ്യാപ്പിംഗ് ഹോളുമായിട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്, ശൂന്യതയിൽ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെ റീച്ച് ചെയ്യാനുള്ള വിഷൻ പ്രാപിക്കുക. യങ് പീപ്പിൾ, ലെറ്റ് മീ കൺക്ലൂഡ്. 10 out of 10 people die. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. Not 9 out of 10. 10 out of 10 people die. No one is exempt from death. But ഡെത്തിനെ ഫേസ് ചെയ്യണമെങ്കിൽ, ഡെത്തിനപ്പുറം ഒരു അഷ്വറൻസ് വേണമെങ്കിൽ, we must fight for joy for all our life, for our eternal joy. ഡാർക്ക്നെസ്, സാത്താനും അവന്റെ സൈന്യവും നമ്മുടെ സന്തോഷം കെടുത്താനുള്ള ഒരു ഇതിലാണ്. യേശുവിൽ, ദൈവത്തിൽ നമുക്ക് ഒരു ഫൗണ്ടൻ ഓഫ് ലൈഫ്, വറ്റാത്ത നീരുറവയുണ്ട്, ഫൗണ്ടൻ ഓഫ് ഹാപ്പിനെസ് ഉണ്ട്. ആ ജോയ് നഷ്ടപ്പെടുത്തുന്ന എന്തിനോടും നമുക്ക് പോരാടണം. ആ ജോയ് നഷ്ടപ്പെടുത്തുന്ന എന്തും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അത് നമ്മളെ ദുഃഖിപ്പിക്കണം. എന്റെ സന്തോഷം കെടുത്തുന്ന പാപത്തെ ഓർത്ത് ദുഃഖിക്കണം. ദുഃഖത്തിന് ക്രിസ്ത്യ ജീവിതത്തിൽ സ്ഥാനമുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി വി ആർ ഫൈറ്റിംഗ് ഫോർ ജോയ്. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുക. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്
ദൈവത്തെ ഉള്ളതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ തരുന്ന ജോയ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാ. നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ നമ്മുടെ ജോയ് പല മറ്റ് കാര്യങ്ങളിൽ കണ്ടെത്തുന്നതുകൊണ്ട് വി ആർ ഹാഫ് ഹാർട്ടഡ് ക്രീച്ചേഴ്സ്. നമ്മൾ മിന്നി വിളങ്ങുന്ന തിളങ്ങുന്ന ഗ്ലിറ്ററിംഗ് പേപ്പറിൽ ജോയ് കണ്ടെത്തുക. ബട്ട് God is offering you joy, unending joy, eternal pleasures. പ്രമോദങ്ങൾ ഓഫർ ചെയ്യുക. Your choice. ഇന്ന് വരെ ഈ ജോയിയുടെ ബാറ്റിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ, you're a Christian, you're a born again believer, you experience Jesus. പക്ഷേ brother, I failed in this battle. I have lost my joy. Sin has killed my joy. I want my joy back. Read Psalm 51. എന്താ പ്രാർത്ഥിക്കുന്നത്? Restore to me the joy of your salvation. Joy is found in salvation. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് വരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല, യേശുവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായിട്ടില്ല, ത്രിയേക ദൈവത്തിന്റെ ആ വെളിപ്പാട് കണ്ട് അവൻ ഓഫർ ചെയ്യുന്ന ആ ജോയ് ഇന്ന് വരെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, joy is only found in a living, loving, lasting relationship with Jesus. യേശുവുമായിട്ടുള്ള ജീവനുള്ള നിലനിൽക്കുന്ന സ്നേഹം നിറഞ്ഞൊരു ബന്ധത്തിൽ മാത്രമേ സന്തോഷം കണ്ടെത്താൻ കഴിയത്തുള്ളൂ. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഗിവ് യുവർ ഫീഡ്ബാക്ക്. ഇറ്റ് വാസ് ലിറ്റിൽ ഫാസ്റ്റ്, ഐ നോ. ലാംഗ്വേജിന്റെ ബാരിയർ ഉണ്ടായിരുന്നു, ഒരു മിക്സ്ഡ് ഓഡിയൻസ് ആയിരുന്നു. I have failed to communicate to the English side much, but the slides were communicative, I guess. Stay connected to Jesus. Stay connected to this YAC movement, and you will, I believe you will be edified and you will be enriched in your walk with God. God bless you all. God bless the organizers. Let the hole in your soul be filled with the joy that is found only in the Lord, because the joy of the Lord is our strength and it will help us overcome even this pandemic. May God bless you. Maranatha.